രാഹുകാലം എന്നത് കേരളത്തിൽ പണ്ട് പ്രചാരത്തിൽ ഇല്ലാതിരുന്നതും എന്നാൽ അടുത്ത കാലത്തായി വളരെയധികം പ്രാധാന്യം കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സമയമാണ്. ഏതാണ്ട് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാഹുകാലത്തിന് കേരളത്തിൽ ഒരു പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിൽ പണ്ട് കാലം മുതലേ രാഹുകാലം നോക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ക്രമേണ ഇത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ചുവടുവെച്ചതാണോ ചേക്കേറിയതാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ. അന്ന് എൻ്റെ ആദ്യകാല ഗുരുക്കന്മാരിൽ ഒരാളായിരുന്ന ഡോക്ടർ രാമകൃഷ്ണൻ നായർ, അദ്ദേഹത്തിനോട് ഞാൻ ഈ സംശയം ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് ആ ഒരു ചിന്ത, അതായത് താങ്കളുടെ ആ ഉദ്ദേശം അത് ശരി തന്നെയാണ്, പക്ഷേ ആധികാരികമായിട്ട് പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല, പക്ഷേ ഒരു അനുമാനം മാത്രം പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ CP രാമസ്വാമി അയ്യർ ദിവാനായിട്ട് കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാഹുകാലത്തിന് ഇത്രയും പ്രാധാന്യം വന്നതത്രേ. അദ്ദേഹത്തിന് അനുമാനം മാത്രമാണ്, ആധികാരികമായിട്ട് പറയുന്നൊരു കാര്യമല്ല. പക്ഷെ എന്നിരുന്നാലും അത് ഏതാണ്ട് യുക്തിസഹമാണ് താനും ആ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ CP രാമസ്വാമി അയ്യർ ഏതാണ്ട് 1936 തൊട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ, ഏതാണ്ട് 1947 വരെയുള്ള ആ ഒരു 10 കൊല്ലം ഉദ്ദേശം കാലയളവാണ് അദ്ദേഹം ദിവാനായിട്ട് കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താനായിട്ട്, സന്തോഷപ്പെടുത്താനായിട്ട് ഈ തിരുവനന്തപുരത്തും ചുറ്റുവട്ടത്തുമുള്ള കുറേ ജ്യോതിഷികളൊക്കെ ഈ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു തുടങ്ങി. അതായത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരൊക്കെ പണ്ട് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രാഹുകാലം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന രീതിയിലേക്ക് ചില ജ്യോതിഷികൾ മാറിയിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ എന്തായാലും അതിനുശേഷമൊക്കെയാണ് രാഹുകാലത്തിന് കേരളത്തിലൊരു പ്രചാരം സിദ്ധിക്കുന്നത്. സത്യത്തിൽ അത് അതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. കാരണം നമ്മളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഈ രാഹുകാലത്തിന് ഇത്രയധികം ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതേസമയം ഗുളികകാലത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് താനും. ഇനി ചില ജ്യോതിഷികളുടെയൊക്കെ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കിഴക്ക് കടൽ വരുന്ന, സമുദ്രം വരുന്ന അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കാണ് രാഹുകാലം പ്രധാനം എന്ന് ചില ജ്യോതിഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും അതും എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമാവുന്നില്ല. കാരണം ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ലേ? അതായത് സ്വാതന്ത്ര്യാനന്തരമാണ് കേരളമെന്നും തമിഴ്നാടെന്നും ഒക്കെ നമ്മൾ ഈ സംസ്ഥാനങ്ങളെ വിഭജിച്ചു വെച്ചത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആണെങ്കിലും ശരി, കിഴക്ക് ഭാഗത്ത് സമുദ്രം തന്നെയല്ലേ വരുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് അതിനകത്തുണ്ട്. എന്താണെങ്കിലും ശരി, അതിൻ്റെ ഒന്നും സാധുതയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അല്ല എൻ്റെ ലക്ഷ്യം. മറിച്ച് ഈ രാഹുകാലത്തിന് എന്താണ് ഫലം? ഇത് ഞാൻ ഒരുപാട് ജ്യോതിഷികളോട് ചോദിച്ചു. അപ്പം ഇവരൊക്കെ പറയുന്നത് കാലതാമസമാണ്. എന്ത് തുടങ്ങിയാലും ആ കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാലതാമസം, ഒരു കാര്യം തുടങ്ങി വയ്ക്കാൻ അതുകൊണ്ട് നല്ലതല്ല എന്നാണ് അവർ പറയുന്ന അഭിപ്രായം. പക്ഷേ ആ അഭിപ്രായത്തോട് യോജിച്ചു എന്നുകൊണ്ട് തന്നെ എൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു രാഹുകാല സമയത്ത് വിവാഹം നടക്കുന്നു, ഈ ചടങ്ങ് നടക്കുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണല്ലോ ഇതിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താണ്? ദാമ്പത്യമാണ്. അത് എത്ര കാലം നീണ്ടു കിട്ടുന്നുവോ അത്രയും നല്ലതല്ലേ? നമ്മൾ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള നിലയ്ക്കാണ് ഒരു വീട് കെട്ടുന്നത്. ആ വീട് കെട്ടി അവിടെ ഒരു പാലുകാഴ്ച നടത്തുമ്പോൾ ആ വീട്ടിൽ ആ പാലുകാഴ്ചന് ശേഷം നമുക്ക് എത്ര വർഷങ്ങൾ ജീവിക്കാൻ പറ്റുന്നുവോ അതൊരു അനുഗ്രഹമല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ എവിടെയാണ് അപ്പോൾ രാഹുകാലത്തിന് അവിടെ നമ്മളൊരു അകറ്റി നിർത്തേണ്ടത്, ഒരകൽച്ച കാണിക്കേണ്ടത് എന്തിനാണ്? ഇതാണ് എനിക്ക് മനസ്സിലാവാതെ പോയത്. അത് ഈ ഡോക്ടർ രാമകൃഷ്ണൻ നായർ അദ്ദേഹവും ശരിവയ്ക്കുക തന്നെ ചെയ്തു എന്ന് മാത്രമല്ല, പിന്നീട് ഞാൻ പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഗ്രഗണ്യന്മാരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള പലരും അവർ പഞ്ചാംഗം ഗണിക്കുമ്പോൾ ആ പഞ്ചാംഗത്തിൻ്റെ ഒരു ഭാഗത്ത് മുഹൂർത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ മുഹൂർത്തങ്ങളിലൊക്കെ രാഹുകാലം പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം രാഹുകാലം ഒരു കുഴപ്പവുമില്ല എന്നുള്ളതല്ലേ? ഇത് മനസ്സിലാക്കാതെയാണ് പലരും ഈ രാഹുകാലം എന്നുള്ളതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതി നിറഞ്ഞ ഒരു ചിത്രം കൽപ്പിച്ചു കൊടുക്കുന്നത്. ഇനി ഈ രാഹുകാലത്തിൽ വിശ്വാസമുണ്ട്, അത് പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നു, അതേപോലെ അതിൻ്റെ ഫലമായിട്ടുള്ള കാലതാമസം എന്നുള്ളത് അവർ അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്.
അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് ബാധകമാവുന്ന വിഷയങ്ങൾക്ക് മാത്രം അത് നോക്കിയാൽ മതിയല്ലോ. ഉദാഹരണത്തിന് ഒരു വിവാഹത്തിൻ്റെ നിശ്ചയം നടന്നു. ഈ നിശ്ചയത്തിന് ശേഷം വിവാഹം നീണ്ടുപോകുന്നത് ഒട്ടും ആശ്വാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതേപോലെ ഒരു ഗൃഹാരംഭം നടത്തുന്നു, വീടിൻ്റെ ശിലാസ്ഥാപനം. ആ ശിലാസ്ഥാപനം കഴിഞ്ഞതിന് ശേഷം വീട് പണി നീണ്ടുപോകുന്നതും ആശ്വാസ്യമായിട്ടുള്ള കാര്യമല്ല. അതേപോലെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഗതിക്കായിട്ട് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ ആ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ആ പോകുന്ന കാര്യസാധ്യത്തിന് വിഘാതമുണ്ടാക്കും. അതൊരു പ്രശ്നമാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കാലതാമസം ബാധിക്കപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രം അങ്ങനെയാണെങ്കിൽ അവർ രാഹുകാലം നോക്കിയാൽ പോരെ. വിവാഹം, അതുപോലെ പാല് കാച്ച്, ഇങ്ങനെയൊക്കെ ഞാൻ മുൻപ് സൂചിപ്പിച്ച അക്കാര്യങ്ങൾക്കൊക്കെ അവിടെ രാഹുകാലത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? ഇനിയും അതേപോലെ ഈ രാഹുകാലം നോക്കുന്നവർ തന്നെ ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമുണ്ട്. അവർ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. അവർ പഞ്ചാംഗത്തിലോ അല്ലെങ്കിൽ കലണ്ടറിലോ കാണുന്ന 7:30 to 9, 9 to 10:30 ഇങ്ങനെയുള്ള ആ സമയമാണ് അവർ പിന്തുടരുന്നത്. പക്ഷെ ആ രാഹുകാലം കണക്കാക്കേണ്ടത് ആ രീതിയിലേ അല്ല. സൂര്യോദയവും അസ്തമയവും കണക്കാക്കിയിട്ടാണ് നമ്മൾ രാഹുകാലം നിശ്ചയിക്കേണ്ടത്. ഒരു ദിവസം കൃത്യമായി പകൽ സമയം 12 മണിക്കൂർ ഉണ്ടെങ്കിൽ മാത്രമാണ് 1.5 മണിക്കൂർ രാഹുകാലം ഉണ്ടാവുക. ഇല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ വരും. അതേപോലെ കൃത്യം 6 മണിക്ക് രാവിലെ സൂര്യോദയം ഉണ്ടായി വൈകിട്ട് 6 മണിക്ക് അസ്തമയവും ഉണ്ടാകുമ്പോഴാണ് ശരിക്കും അതിൽ പറഞ്ഞ കലണ്ടറുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ രാഹുകാല സമയം ബാധകമാവുക. രാഹുകാലം എന്നത് പകലിനെ 8ആയി ഭാഗിച്ചതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് പകലിൻ്റെ ദൈർഘ്യം 12 മണിക്കൂർ ആകുമ്പോൾ അതിനെ കൃത്യമായി 8ആയി ഭാഗിക്കുമ്പോൾ 1.5 മണിക്കൂർ കിട്ടും. അപ്പോൾ പകലിൻ്റെ ദൈർഘ്യം കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ആനുപാതികമായിട്ട് രാഹുകാലത്തിലും കുറവ് വരും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ നമുക്ക് ഇത് രാഹുകാലം കൃത്യമായി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തെയാണോ രാഹുകാലം നോക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ചടങ്ങ് നടക്കുന്ന സ്ഥലമായാലും യാത്ര പുറപ്പെടുന്ന എവിടെ നിന്നാണോ ആ സ്ഥലമായാലും ഏതാണെങ്കിലും ശരി, ആ സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള സൂര്യോദയ സമയം കണ്ടുപിടിക്കണം. അതൊക്കെ പണ്ട് ജ്യോതിഷികൾ അനുവർത്തിച്ചു വന്നിരുന്നത് പഞ്ചാംഗത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ സൂര്യോദയം കൊടുക്കാറുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആ സൂര്യോദയം തന്നെ കണക്കാക്കുകയായിരുന്നു പതിവ്. അത് ശരിയാണ്, വലിയ വ്യത്യാസമൊന്നും വരില്ല അതിനകത്ത്. പക്ഷേ ഇപ്പോൾ മൊബൈലിൽ തന്നെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ സ്ഥലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സൂര്യോദയ സമയവും അസ്തമന സമയവും കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം രാഹുകാലം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത്. ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ചിത്രത്തിൽ കാണുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള 12 മണിക്കൂറിനെ കൃത്യമായി 8ആയിട്ട് ഭാഗിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിൽ ഏറ്റവും മുകളിലായിട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ ഇങ്ങനെ ആഴ്ചകളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമ്മൾ 8ആയി ഭാഗിക്കുന്നതിൻ്റെ ഏത് ഭാഗമാണ് ആ ദിവസം രാഹുകാലമായി വരുന്നതെന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് കാണാം അവിടെ ആഴ്ചകളൊന്നും എഴുതിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ രാവിലെ 6 തൊട്ട് 7:30 വരെയുള്ള ആ സമയത്ത് ഒരു ദിവസങ്ങളിലും രാഹുകാലം വരില്ല എന്നർത്ഥം. 2 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തിങ്കളിൻ്റെ അടിയിലാണ് തിങ്കളാഴ്ച. അന്ന് 7:30 തൊട്ട് 9 വരെ, അതായത് നമ്മൾ ഈ 8ആയി ഭാഗിച്ചതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വരുന്നത്. ചൊവ്വാഴ്ച വരുന്നത് ഈ 8ആയി ഭാഗിച്ചതിൻ്റെ 7ാമത്തെ ഭാഗമാണ്, അതായത് 3 മണി മുതൽ 4:30 വരെ. ബുധനാഴ്ച വരുന്നത് 5ാമത്തെ ഭാഗമാണ്, 12 മുതൽ 1:30 വരെ. വ്യാഴാഴ്ച വരുന്നത് 6ാമത്തെ ഭാഗമാണ്, ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ. വെള്ളിയാഴ്ച 4ാമത്തെ ഭാഗമാണ്. ശനിയാഴ്ച 3ാമത്തെ ഭാഗമാണ്. ഞായറാഴ്ച ഈ 8ആയി ഭാഗിച്ചതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമായ 8ാം ഭാഗമാണ്. പിന്നെ അതിന് താഴെ നമുക്ക് ഈ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ളത് എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് നോക്കുക. അതായത് രാവിലെ 6 തൊട്ട് 7:30 വരെ രാഹുകാലം ഇല്ല. 7:30 തൊട്ട് 9 വരെ തിങ്കളാഴ്ചയാണ്. 9 തൊട്ട് 10:30 വരെ വരുന്നത് ശനിയാഴ്ചയാണ്. 10:30 മുതൽ 12 വരെ വരുന്നത് വെള്ളിയാഴ്ചയാണ്. 12 മുതൽ 1:30 വരെ വരുന്നത് ബുധനാഴ്ചയാണ്. 1:30 തൊട്ട് 3 വരെ വരുന്നത് വ്യാഴാഴ്ചയാണ്. 3 തൊട്ട് 4:30 വരെ വരുന്നത് ചൊവ്വാഴ്ചയാണ്. 4:30 തൊട്ട് 6 വരെ വരുന്നത് ഞായറാഴ്ചയാണ്. ഒരു സ്ഥലത്തിനെ ആസ്പദമാക്കി ഈ രാഹുകാലം കണക്കാക്കേണ്ട രീതി കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിനെ ആസ്പദമാക്കി തിരുവനന്തപുരത്ത് ജനുവരി 1-ാം തീയതി 2026 രാഹുകാലം എങ്ങനെ കണക്കാക്കും നോക്കാം. അന്ന് ഒരു വ്യാഴാഴ്ചയാണ്. സൂര്യോദയം 6:40-നാണ്, അസ്തമയം 6:11-നാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും പകൽ 29 മിനിറ്റ് കുറവാണ്.
12 മണിക്കൂറില്ല. അതിൽ നിന്ന് 29 മിനിറ്റ് കുറവാണ് പകൽ സമയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 8ആയിട്ട് ഭാഗിക്കുമ്പോൾ അതിലെ ഓരോ ഭാഗത്തിനും ഏതാണ്ട് 3.5 മിനിറ്റിനടുത്ത് കുറവുണ്ടാകും. 1.5 മണിക്കൂർ ഉണ്ടാകില്ല എന്നർത്ഥം. നമ്മൾ 1.5 മണിക്കൂർ വെച്ചാണ് 8ആയിട്ട് ഭാഗിക്കുന്ന കാര്യം പറഞ്ഞിരുന്നത് നേരത്തെ. അത് ഇവിടെ വരുമ്പോൾ ആ 8ൽ ഒരു ഭാഗത്തിന് 3.5 മിനിറ്റ് ഉദ്ദേശം കുറവ് വരുമെന്നർത്ഥം. ഇനി നമുക്ക് വ്യാഴാഴ്ച ഈ രാഹുകാലം എത്രാമത്തെ ഭാഗമാണെന്ന് കാണിച്ചുവല്ലോ. 6ാമത്തെ ഭാഗമാണ്. 8ആയിട്ട് നമ്മൾ ഭാഗിച്ചതിൻ്റെ 6ാമത്തെ ഭാഗമാണ് വ്യാഴാഴ്ച രാഹുകാലമായിട്ട് വരുന്നത്. അത് പൊതുവിൽ പറയുമ്പോൾ 1.5 തൊട്ട് 3 വരെ. അപ്പോൾ 6ാമത്തെ ഭാഗമാവുമ്പോൾ അതിന് മുമ്പ് 5 ഭാഗങ്ങൾ കഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ 5 ഭാഗങ്ങൾക്ക് ചേർത്ത് ഒരു 3.5 മിനിറ്റ് നമ്മൾ ഉദ്ദേശം കണക്കാക്കുമ്പോൾ 18 മിനിറ്റ് വരും. 18 മിനിറ്റിനടുത്ത് വരും ഉദ്ദേശം. അപ്പോൾ 7.5 മണിക്കൂർ നമ്മൾ 5 ഭാഗങ്ങൾക്കുള്ള 7.5 മണിക്കൂറിൽ നിന്ന് ഈ 18 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 7 മണിക്കൂറും 12 മിനിറ്റുമാകും. ഈ കിട്ടുന്ന 7, 12 നമ്മൾ സൂര്യോദയത്തിൻ്റെ കൂടെ ചേർക്കണം. 6 മണിയുടെ കൂടെയല്ല, തിരുവനന്തപുരത്തെ സൂര്യോദയം 6:40 ഓർക്കണം. ആ 6:40 കൂടെ ഈ 7, 12 നമ്മൾ ചേർക്കണം. അപ്പോൾ രാഹുകാലം തുടങ്ങുന്ന സമയം കിട്ടും. അത് 1:52 ഉച്ചയ്ക്ക് 1:52 രാഹുകാലം തുടങ്ങുന്നത്. ഈ രാഹുകാലത്തിന് ദൈർഘ്യം 1.5 മണിക്കൂറില്ല. അതിൽ 3.5 മിനിറ്റ് 4 മിനിറ്റിനടുത്ത് കുറവ് വരുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് രാഹുകാല സമയവും അത്രയും കുറച്ച് കണക്കാക്കണം. അതായത് 1 മണിക്കൂറും 26 മിനിറ്റും. അപ്പോൾ രാഹുകാലം തീരുന്ന സമയമായിട്ട് നമുക്ക് 3:18 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഹുകാല സമയം അന്ന് തിരുവനന്തപുരത്ത് 1:52 മുതൽ 3:18 വരെയാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ രാഹുകാലം കണ്ടുപിടിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്തെയാണ് ഒരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തന്നത്. ഇതുപോലെ ഏത് സ്ഥലത്തെയാണെങ്കിലും സൂര്യോദയം എടുത്തിട്ട് അസ്തമയവും കണക്കാക്കി ഇതേപോലെ വരുന്ന മാറ്റങ്ങൾ വരുത്തി വേണം രാഹുകാലം കണ്ടുപിടിക്കാൻ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ നോക്കിയ ഉദാഹരണത്തിൽ തന്നെ 1:30 രാഹുകാലം തുടങ്ങുന്നു എന്ന് പറയുന്ന ദിവസമാണെന്ന്. പക്ഷേ 1:30 തുടങ്ങിയിട്ടില്ല. 1:45 പോലും തുടങ്ങിയിട്ടില്ല രാഹുകാലം. അപ്പോൾ നമ്മൾ ബഹളം പിടിച്ച് 1:30 യാത്ര പുറപ്പെടാനിരിക്കുന്നവരൊക്കെ അത്തരം തത്രപ്പെടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതേപോലെ കൃത്യമായിട്ട് 3 മണിക്ക് രാഹുകാലം അവസാനിക്കുന്നുമില്ല. അപ്പോൾ രാഹുകാലം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് 3 മണി കഴിയുമ്പോൾ ഇറങ്ങുന്നവർ കൃത്യമായിട്ടുള്ള രാഹുകാല സമയത്ത് തന്നെ ആയിരിക്കും പുറപ്പെടുക.